ബോസിന്റെ ഇഷ്യൂ വീണ്ടും കുത്തിപ്പൊക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ബിഗ് ബോസ് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു, സീസൺ 8 തുടക്കമായി. എന്നിട്ടും ബിഗ് ബോസ് 7 വിവാദ വീഡിയോകളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ RJ ബിൻസിയുടെയും അപ്പാനി ശരത്തിന്റെ ഒരു വീഡിയോ അല്ലേ? ആ വീഡിയോ എന്റെയിലുണ്ട്. അതെ, ഇതാണ് ആ വീഡിയോ. ഈ കാണുന്ന ഒരു വീഡിയോ ഒറിജിനൽ ഫൂട്ടേജ് നമ്മുടെ ഉണ്ട്. അതായത് ഈ വീഡിയോ ഇദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷെ ഇത് പുള്ളി ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല. ഞാൻ ഇടത്തില്ല, കാരണം ഇത് ആക്ച്വലി എന്നറിയാം, ഇത് ഞാൻ മാത്രമല്ല ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു 10-15 പേര് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്കും ഈ ബൈറ്റ് കിട്ടി. പക്ഷെ ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടമായ ഒരു തീരുമാനം എടുത്തു, അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. അത് കുറച്ച് നല്ല യൂട്യൂബേഴ്സ്മാരെല്ലാവരും അനുസരിച്ചു. അത് അപ്ലോഡ് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടാം. ഇപ്പം നമ്മൾ സുഹൃത്തുക്കളായിട്ട് നമ്മൾ യാത്രയാണ്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ചിലപ്പോൾ നമ്മൾ സ്കിന്നിൽ തൊടും, അറിയാതെ ദേഹത്ത് തൊടും. ഈ ദേഹത്ത് തൊടുന്നത് തന്റെ കാമ വെറി കൊണ്ടാണ് തൊടുന്നത് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതാണ് പ്രശ്നം. നമ്മുടെ ബിഗ് ബോസിലെ പരിപാടി കഴിഞ്ഞിട്ട് ഇവർ പാർട്ടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സാഹചര്യം, വീട്ടിലേക്കല്ല അവർ റൂമിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ബൈറ്റിന് വേണ്ടി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ 10-20 പേര് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ബൈറ്റ് തരാൻ വേണ്ടി ഞങ്ങൾ അവർ കൂട്ടാക്കില്ല, കാരണം രാത്രിയായി. സോ അവർ സമ്മതിച്ചില്ല. പക്ഷെ ഞങ്ങൾ ഇവർ വരുന്നതും ഇറങ്ങുന്നതും വീഡിയോ ജസ്റ്റ് എടുത്തു വെച്ചു. അതാണ് ഈ ക്ലിപ്പ്. ഈ RJ ബിൻസിയുടെ ഒരു ക്യാരക്ടർ നമുക്കറിയാം, എന്തും വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതമാണ്. ഇപ്പം അനുമോൾക്കെതിരെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് RJ ബിൻസി. അത് പുള്ളിക്കാരി അതിനകത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പുറത്തു വന്നപ്പോഴും ഞാൻ അടക്കമുള്ള എന്റെ ബൈറ്റിലും ഉണ്ട് RJ ബിൻസിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതൊരു പക്ഷെ PR ആയിരുന്നെങ്കിൽ RJ തന്നെ ബിൻസിയെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ വിനുവിനെ PR ഏൽപ്പിച്ചെന്ന് വെച്ചുകൊണ്ട് കാലം നിന്നേനെ. അപ്പൊ അയാളുടെ ഒരു നഷ്ടബോധമാണ്. മാത്രം ഏൽപ്പിച്ചുകൊണ്ട് നിൽക്കണമെന്നില്ല, അതിനകത്ത് ഗെയിമും കളിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു ഗെയിം കൊടുത്തിട്ട് ബിഗ് ബോസിനകത്ത് പോയി ചുമ്മാ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കണ്ട, അത് ഓക്കെ. പക്ഷെ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ഒരു ഗ്യാപ്പ് വേണം, ഒരു ബ്രീതിങ് സ്പേസ് വേണം. 1-2 ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഗെയിമിംഗ് സ്ട്രാറ്റജി ഇറക്കുന്നു. പക്ഷെ അതിന് മുമ്പേ ഔട്ടായപ്പോൾ അവസ്ഥ എന്താ? RJ ബിൻസി ഇതിനകത്ത് വന്നിട്ട് ആ തുടക്കം, ഈ പുള്ളിക്കാരുടെ എൻട്രി തൊട്ട് നമ്മൾ ഔട്ടാകുന്നവർ നോക്കുകയാണെങ്കിൽ കൊരവള്ളി പൊട്ടുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് അതിനകത്ത് കാഴ്ചവെച്ചത്. അനാവശ്യമായിട്ട് ഓരോ കണ്ടസ്റ്റന്റിന്റെ മേളിലേക്ക് ചാടിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും RJ ബിൻസിനെ ഇപ്പൊ എടുത്തിട്ട് ഈ യൂട്യൂബർമാരെല്ലാം കൂടെ എയറിലാക്കുന്നത് ആ ഒരാഴ്ച ഈ ബിഗ് ബോസിനകത്ത് പുള്ളിക്കാരി ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തി വെച്ചു. പക്ഷെ ഒരു നോർമലി ഒരു മനുഷ്യന്റെ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയില് വലിയ തെറ്റായിട്ട് അല്ല, എനിക്ക് വലിയ തെറ്റ് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ സൗഹൃദം ഇപ്പൊ RJ ബിൻസിയും അപ്പാനും നല്ല സുഹൃത്തുക്കളാണ്. അപ്പാനിക്ക് ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക് വഴി ഒരുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് വ്യൂസിന് വേണ്ടിയാണ് നമ്മൾ പണ്ടേ ചെയ്താനേ. അല്ല, അപ്പാനി ശരത് ഒരു ആക്ടറാണ്, പുള്ളിക്കാരൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. പക്ഷെ ആ ഒരു വീഡിയോ നമ്മൾ നോർമലി കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി പെട്ടെന്ന് ഒരു ഫ്രണ്ട്സിനോട് കാണിക്കുന്ന ആ ഒരു രീതിയിലാണ് വരുന്നെങ്കിലും, പക്ഷെ അതിനകത്ത് കൈകൊണ്ട് എന്തോ ഒരു സംഭവം ഇങ്ങനെ അല്ല, അതിപ്പം അത് മനഃപൂർവ്വം ആവണമെന്നില്ലെന്നേ. ഇപ്പൊ നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്കും നമ്മളിപ്പോ തൊട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊടത്തില്ലേ, ആ ഒരു കൺസെപ്റ്റ് ചെയ്തതാണ്. അത് ബിൻസി റിയാക്ട് പോലും ചെയ്യുന്നില്ല. ബിൻസിക്ക് അതിനകത്ത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയാണ് ബിൻസി അത് മാറ്റാലെ ചേർന്ന് ഒന്നും ചെയ്യുന്നില്ല. ബിൻസി അറിയണ പോലും ഇല്ല. അത് നോർമൽ ഒരു ഫ്രണ്ട്ലി രീതിയിൽ അങ്ങനെ പോയെന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു പേരില് അനാവശ്യമായുള്ള വിവാദങ്ങൾ വരികയും ഇവരെ രണ്ടുപേരെയും ഡിഫെയിം ചെയ്യുന്ന രീതിയിൽ അവരുടെ ഒരു എന്താ പറയാ അവരുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഇന്നലെ ഇന്നുമായിട്ടൊക്കെ പല യൂട്യൂബർമാര് ഈ ഒരു വീഡിയോ വെച്ചിട്ടാണ് ഇപ്പൊ റിയാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തെറ്റായ അതുകൊണ്ടാണ് ഞങ്ങളും ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. കാരണം ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പം ആദില നൂറ വിഷയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം അവരുടെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫ് അവര് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. പക്ഷെ സമൂഹത്തില് എനിക്കതൊരു തെറ്റായിട്ടുള്ള ഒരു സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു. ആരെയും നമുക്കിപ്പോ ഇവര് ജനറലൈസ് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് അവരും ജീവിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്ത് വന്നത്. അവർ ഇഷ്ടത്തിനനുസരിച്ച് അവർ ജീവിക്കട്ടെ. അവർ നമ്മളെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അവരാരും പറയുന്നില്ല നിങ്ങൾ ലെസ്ബിയൻസ് ആയിക്കോളൂ എന്നും പറയുന്നില്ല. പിന്നെ നമ്മുടെ ചില സംസ്കാരങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് എസ്പെഷ്യലി ഇപ്പൊ ഒരു മുസ്ലിം സംസ്കാരത്തിന് അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് വേറെ കാര്യം. അല്ല, അത് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ ആയിപ്പോയ സ്ഥിതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചെറിയ ജീന്റെ വ്യത്യാസം ഇങ്ങനെ ആയിപ്പോയാൽ നമുക്ക് അവരെ കൊല്ലാൻ പറ്റത്തില്ല. അവർ ജീവിച്ചോടനെ, അവർ സ്വന്തം അധ്വാനി ജീവിക്കുന്ന ആളുകളെ നമ്മൾ എന്തിനാ അവരെ ബുദ്ധിമുട്ടുന്നത് എന്നുള്ള പേഴ്സണൽ പലർക്കും പല അഭിപ്രായങ്ങളാണ് ഓരോ വിഷയങ്ങളുണ്ടാകുന്നത്. ഇപ്പൊ അമ്മയെ തല്ലിയ 2 ഭാഗമുണ്ട് എന്ന് പറഞ്ഞ അത് മാത്രമല്ല, ഈ ഒരു സംഭവം, അതായത് ഈ ശരത് അപ്പാനിയുടെ കേസിന് മുമ്പ് വേറൊരു ഇഷ്യൂ നടന്നായിരുന്നു. ആ ഒരു ഹോട്ടലില്
ഈ ഹോട്ടൽ റൂമിൽ അത് ഞാൻ കേട്ടായിരുന്നു. മീഡിയക്കാർ വന്ന് ഈ റൂമിൽ തട്ടി ആര്യന്റെയും ഗിസൈലിന്റെയും വീഡിയോ എടുക്കാണ്ട് തട്ടി അവസാനം ഈ ഗിസൈല് കംപ്ലൈന്റ് കൊടുത്തു, ഹോട്ടലിൽ അധികൃതരോട് കംപ്ലൈന്റ് കൊടുത്തു, ഞങ്ങളുടെ പ്രൈവസിയെ ബാധിക്കുന്ന രീതിയിൽ മീഡിയക്കാർ വരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ ഒരു സംഭവത്തിൽ പിന്നെയാണ് അവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻ ആയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഈ വീഡിയോ എടുക്കാൻ പറ്റാത്തതിന്റെ വാശി പേരിലാണ് ഞങ്ങൾ മതില സൈഡിൽ ഇരുന്നിട്ട് വീഡിയോ എടുത്തത്. അപ്പൊ ഈ ആളുകൾ വരുന്നതും പോകുന്നു. അങ്ങനെ കിട്ടിയ ഒരു ക്ലിപ്പാണിത്. പക്ഷെ നമ്മളൊന്നും തീരുമാനം എടുക്കുകയും ചെയ്തു, ഈ ക്ലിപ്പ് ആരും ഇടരുത്, ഇത് ഇവരുടെ ഫാമിലിയെ ബുദ്ധിമുട്ടിലാക്കും. പക്ഷെ ഇട്ട സ്ഥിതിക്ക് നമുക്ക് പറയാവുന്ന രീതിയാണ് ഞങ്ങളിപ്പോ പറഞ്ഞത്. ഇതൊരിക്കലും ഇവർ തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരു അടുപ്പത്തെ സൂചിപ്പിക്കുന്നതല്ല, ഒരു സൗഹൃദപരമായിട്ട് നിൽപ്പാട് എനിക്ക് പേഴ്സണലി ഫീൽ. ബിഗ് ബോസ് 6 സീസൺ കഴിഞ്ഞ് 7ാമത്തെ സീസൺ എത്തുമ്പോഴാണ് ഇത്രയധികം വിവാദങ്ങളും ഇത്രയധികം പ്രശ്നങ്ങളും, 7 സീസൺ കഴിഞ്ഞ് 8ാമത്തെ സീസൺ എത്തുമ്പോഴാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ബിഗ് ബോസ് 7 ശരിക്കും പറഞ്ഞാൽ ഒരു പൂർണ്ണ പരാജയമാണെന്ന് മാത്രമേ എനിക്ക് അഭിപ്രായം. അതെന്തുകൊണ്ടാണെന്നറിയോ? അതെന്തുകൊണ്ടാണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷ ആൾക്ക് കപ്പ് കിട്ടാത്തതിന്റെ അല്ല, അർഹതപ്പെട്ട ആളുടെ കയ്യിലേക്ക് കപ്പ് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമാണ്. അതിനകത്ത് അനാവശ്യമായിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളുകൾ ഇടപെടലാണ് ഇത് ഇഷ്യൂ വന്നത്. അതിന്റെ തെളിവുകൾ ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇനിയിപ്പോ 8 വരുമ്പോഴത്തേക്ക് ഇതേ പരിപാടിയാണ് സംഭവം എങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചു. അത് മാത്രല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വിന്നർ ആയിട്ടുള്ള അനുമോൾക്ക് ഒരു വിന്നറിന്റെ ഒരു പദവിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ പബ്ലിക്കിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു ആക്സെപ്റ്റൻസ്, ശരിക്കും ആ ഒരു വിന്നറിന്റെ എല്ലാ ഇതും കിട്ടുന്നത് ഇപ്പോഴും അനീഷിന് തന്നെയാണ്. അതാ ഞാൻ പറയുന്നത്. കാരണം അനീഷ് PR ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്ന് സെക്കൻഡറി, പക്ഷെ അവനോട് ഗെയിം കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പോയിന്റ്. അതാണ്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. അതെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണാം. ബൈ.